ഒരിക്കൽ ഒരു മെഴുകുതിരി നിർമ്മാതാവ് തന്റെ പണിശാലയിൽ ചില മെഴുകുതിരികൾ നിർമ്മിച്ചു. കാണാൻ മനോഹരമായ സുന്ദരമായ ചില മെഴുകുതിരികൾ. എന്തിനു വേണ്ടിയാണ് അവയെ നിർമ്മിച്ചതെന്ന് അതിനോട് വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം ഒന്നാമത്തെ മെഴുകുതിരിയെ തന്റെ കൈകളിലേക്ക് എടുത്തു. അദ്ദേഹം അതിനോട് ചോദിച്ചു, അല്ലേ മെഴുകുതിരി, ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നീ തയ്യാറാണോ? അവൻ പറഞ്ഞു, യജമാനെ, അങ്ങനെ എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആളുകൾ എൻ്റെ രൂപത്തെ ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ രൂപത്തിന് മാറ്റം വരുന്ന ഒരു കാര്യവും ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അക്കാര്യത്തിൽ പിന്മാറി. യജമാനൻ രണ്ടാമത്തെ മെഴുകുതിരിയെ തന്റെ കൈകളിലേക്ക് എടുത്തു. അതേ ചോദ്യം അവനോടും ചോദിച്ചു. അവൻ പറഞ്ഞു, യജമാനെ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ എനിക്ക് ഇരുളിനെ ഭയമാണ്. ആ മഹാദൗത്യത്തിൽ നിന്ന് അവനും പിന്മാറി. യജമാനൻ മൂന്നാമത്തെ മെഴുകുതിരിയെ തന്റെ കൈകളിലേക്ക് എടുത്തു. അതേ ചോദ്യം അവനോടും ചോദിച്ചു. അവൻ പറഞ്ഞു, യജമാനെ, അങ്ങനെ അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഇഷ്ടം എന്താണോ അതിനായി എന്നെ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് തരികയാണ്. അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ ഉപയോഗിക്കാം. തന്റെ ജീവിതത്തെ മെഴുകുതിരി ആ യജമാന്റെ കൈകളിലേക്ക് നൽകി. പതിവ് പോലെ മനോഹരമായ ദിനം പര്യവസാനിച്ചു. സൂര്യൻ തന്റെ കുങ്കുമവർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് പടിഞ്ഞാറെ ചക്രവാളത്തിൽ അസ്തമിച്ചു. യജമാനൻ ആ മെഴുകുതിരി തന്റെ കൈകളിലേക്ക് എടുത്തു. അതിലേക്ക് പതിയെ തീനാളം പകർന്നു. ചുറ്റുമുള്ള ഇരുട്ടിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അത് പതിയെ തെളിയുവാൻ തുടങ്ങി. പതിയെ പ്രകാശം പരത്തുവാൻ തുടങ്ങി. അതാ ആ മെഴുകുതിരിക്ക് തന്റെ രൂപം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെഴുകുതിരി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. താൻ ഉരുകി ഒലിക്കുന്നെങ്കിലും തനിക്കിപ്പോൾ പ്രകാശം പരത്തുവാൻ കഴിയുന്നുണ്ട്. ആ വേദനകൾക്കിടയിലും അവനെ സന്തോഷിപ്പിച്ച കാര്യം ഇതാണ്. ഞാനിപ്പോൾ വേദനിക്കുന്നെങ്കിലും എൻ്റെ രൂപം ഇല്ലാതാകുന്നെങ്കിലും എനിക്ക് പ്രകാശിക്കുവാൻ കഴിയുന്നല്ലോ. അനേകർക്ക് വെളിച്ചമാകുവാൻ എനിക്ക് കഴിയുന്നല്ലോ. ഇതായിരുന്നു അവന്റെ സന്തോഷത്തിന് കാരണം. പ്രിയ സ്നേഹിതരെ, യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അതെ, ഈ ലോകത്തിന് വെളിച്ചമായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പരാജയങ്ങൾ കടന്നു വരുമ്പോൾ ചിന്തിച്ചിട്ടില്ലേ, ദൈവമേ, എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതമെന്ന്? എന്നാൽ ഒന്നോർക്കുക, ഉരുകിയൊലിക്കുവാൻ തയ്യാറായ ഒരു മെഴുകുതിരിക്ക് മാത്രമേ പ്രകാശം പരത്തുവാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വേദനകൾക്കിടയിലും ദുഃഖങ്ങൾ കടന്നു വരുമ്പോഴും അതിനും അപ്പുറത്തേക്ക് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അനേകരെ സമാധാനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ആ വേദനകളുടെ നടുവിലും പുഞ്ചിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരിക്ക് നിങ്ങൾ കാരണമാകുന്നുവെങ്കിൽ അതെ, നിങ്ങൾ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദുഃഖിക്കുമ്പോഴും വേദനിക്കുമ്പോഴും അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് സമാധാനം പകരുവാൻ, അനേകരുടെ മുഖത്ത് പുഞ്ചിരി പരത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതെ, വെളിച്ചമായി തീരുവാൻ നിങ്ങൾ കഴിയട്ടെ. God bless you. Have a nice day. Bye.